അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടേക്കാണ് കാലത്തിൻ്റെ പോക്ക് എന്ന് മനസ്സിലാകുന്നില്ല. ആലോചിച്ചു നോക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും നമ്മുടെ മക്കൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു ഗുരുവിൻ്റെ ദേഹത്തേക്ക് ഒരു കുട്ടിയുടെ രക്ഷിതാവ് വന്ന് ആഞ്ഞാഞ്ഞടിക്കുകയാണ്. വല്ലാത്തൊരു വിഷമകരമായ ഒരു രംഗം, വല്ലാതെ വേദനിക്കുന്ന ഒരു രംഗം, വല്ലാതെ മനസ്സ് പൊട്ടിപ്പോയ ഒരു രംഗമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുപോയത്. നാം ആലോചിക്കണം ഈ വിഷയത്തെക്കുറിച്ചിട്ട്. വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കണം. അയലിമീങ്ങളോട് കളിക്കുക എന്നത് ആ കൈ പിന്നെ ഒരു ഉപകാരത്തിന് കിട്ടുമെന്ന് ചിന്തിക്കേണ്ടതില്ല. ആ മകൻ തന്നെ ഇവനിക്ക് നേരെ എതിരാവുകയും ആ മകൻ തന്നെ ഇവനെ ചവിട്ടിയങ്ങ് പുറത്താക്കപ്പെടുകയും ആഞ്ഞാഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു അവസരം വരാനുണ്ട് എന്ന് ഈ അടിച്ച രക്ഷിതാവ് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോ. ആ രക്ഷിതാവ് വളരെ ഗൗരവത്തിൽ ചിന്തിച്ചോ. പിന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ആലിമീങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. ഒരു ആലിമിൻ്റെയും നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ഒരു ഖത്തീബിനെ ദേഹത്ത് ഒരാൾ തൊട്ടാൽ, മുഅദ്ദിനാണെങ്കിലും മുഅല്ലിമാണെങ്കിലും സദറാണെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ആരാണോ ആലിമിനെ തൊടുന്നത് അവനെതിരെ പ്രതികരിക്കണം. നമ്മളൊരിക്കലും പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാവരുത് നമ്മൾ ആലിമീങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ആലിമീങ്ങളെ, നമ്മുടെ പള്ളിയിൽ നിൽക്കുന്ന നമ്മുടെ ആളുകൾ ആരും എന്തായി സംഭവിച്ചാലും അവരുടെ ദേഹത്ത് തൊടുമ്പോൾ അതിനെ തടുക്കാനും അതിനെതിരെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം. ഒരാളും നമ്മുടെ ദേഹത്ത് തൊടാൻ പാടില്ല. ഒരാളും ഒരു ആലിമിൻ്റെ ദേഹത്ത് ഒരാളും തൊട്ടുപോകാൻ പാടില്ല. അതിനെതിരെ നമുക്ക് എങ്ങനെ ആഞ്ഞടിക്കാൻ പറ്റുമോ, പ്രതികരിക്കാൻ പറ്റുമോ, ആ വിധത്തിൽ നമ്മൾ പ്രതികരിക്കണം, ആഞ്ഞടിക്കണം. അതൊരു ആലിമിൻ്റെ ദൗത്യമാണ്. തൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ സഹപാഠി അടിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റൂല. നമ്മൾ നോക്കി നിൽക്കാൻ പാടില്ല. നോക്കി നിൽക്കുന്നവരാവരുത് നമ്മൾ, നോക്കി കുത്തികളാവരുത് നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. അടിക്കേണ്ടി വന്നാൽ അവരെ അടിക്കുകയും അടിയെ തടുക്കേണ്ടി വന്നാൽ അടി കൊടുത്തിട്ടാണെങ്കിലും അതിനെ തടുക്കാനുള്ള ഒരു തൻ്റെടവും ആണത്വവും നമ്മിലുണ്ടാവണം. നമ്മൾ ഒരിക്കലും പ്രതികരണം ശേഷി നഷ്ടപ്പെട്ടവരാവരുത് എന്ന് ഈ സമയത്ത് വളരെ ഗൗരവത്തിൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നരകത്തിൽ ഒരുപറ്റ നായകളെ, പട്ടികളെ അല്ലാഹു തആല നിയമിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ തക്ക കാരണമില്ലാതെ കണ്ണീരൊടുക്കിയ ഒരുവനുണ്ടോ അവനെ ശരിക്ക് പിച്ച് ചീന്താൻ ഇഖ്തഅ ലിസാനക അൻ ഹമലത്തുൽ ഖുർആൻ റസൂലുള്ള പഠിപ്പിച്ച